എങ്ങനെയുണ്ട് മൂവി? അയ്യോ ഒന്നും പറയാനില്ല കേട്ടോ, മഹാകഷ്ടം. ഈ അടി അത് അമ്പലത്തിന് നടയിലോട്ട് നടത്തിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഗുരുവായൂർ അമ്പലം നടയില് പോരാ. എന്ത് പറ്റി? ഒരുപാട് പ്രതീക്ഷയായിരുന്നു ട്രെയിലർ. പൃഥ്വിരാജിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്തോ മോശം. സിനിമ കൊള്ളായിരുന്നോ? എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല സിനിമ, നല്ല സിനിമ, നല്ല മൂവി അത്യാവശ്യം. ഉണ്ട്. ഇവരുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ആയിരുന്നു ബേസിലും പൃഥ്വിരാജായിട്ടുള്ള? അവരുടെ ഒരു പുതിയ കോംബോ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. നായികമാരൊക്കെ എങ്ങനെയുണ്ട്? എന്തെങ്കിലും പറയും, കണ്ടല്ലേ? എങ്ങനെയുണ്ട് മൂവി? ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. ആരെ ഇഷ്ടപ്പെട്ടു കൂടുതലായിട്ട്? നായികമാരൊക്കെ എങ്ങനെയുണ്ട്? അനുശ്വര എന്തെങ്കിലുമൊക്കെ അടിപൊളിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയിൽ? ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. പൃഥ്വിരാജ് ബേസിൽ എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരുടെ ഒരു കോംബോ? അളിയന്മാര് സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. ആരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ? അല്ല, ബേസിൽ നിന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചായിരുന്നു. അളിയൻ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? നായികമാരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും അഭിനയൊക്കെ കൊള്ളാം. ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? ഫിലിം കൊള്ളായിരുന്നു. ആരെ ഇഷ്ടപ്പെട്ട ഇതില്? പൃഥ്വിരാജിനെ. ഈ അളിയന്മാർ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. കോംബോ എങ്ങനെയുണ്ട് ബേസിലും പൃഥ്വിരാജായിട്ടുള്ള? കൊള്ളാം, അത്യാവശ്യം നന്നായിട്ടുണ്ട്. രണ്ടുപേരും സൂപ്പറായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല പടം. ആരെ ഇഷ്ടപ്പെട്ട ഇതില് മൂവിയില്? പൃഥ്വിരാജിനായിരുന്നു ബേസിൽ? നല്ല പടമായിരുന്നു. പൃഥ്വിരാജും ബേസിലായിട്ട് ഒരു കോംബോ എങ്ങനെയുണ്ട്? നല്ല മൂവിയായിരുന്നു. ഇവിടെ ഒരു കോംബോ എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ബേസിന്റെ? എങ്ങനെയുണ്ട് ഗുരുവായൂർ അമ്പലം നടയിൽ? അടിപൊളിയായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഇവിടെ ഒരു കോംബോ എങ്ങനെയുണ്ട് ബേസിലും? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് മൂവി? സൂപ്പർ, കൊള്ളാം. ഇവിടെ പൃഥ്വിരാജും ബേസിലായിട്ട് ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, തീർച്ചയായും. കോംബോ എങ്ങനെയുണ്ട് ബേസിലും പൃഥ്വിരാജായിട്ട്? ആദ്യമായിട്ട് ഒന്നിക്കില്ല ആ ഒരു കോംബോ. കണ്ടു നോക്കട്ടെ എല്ലാവരും. കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം? നല്ല സിനിമ. കൊള്ളാം. കോമഡി കോംബോ എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിരാജും ബേസിലായിട്ടുള്ള? കൊള്ളാം, നല്ല സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല പടം. ആരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്? ബേസിൽ ജോസഫ് നല്ല അഭിനയമാണ്. പൃഥ്വിരാജും അടിപൊളിയായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട് കേട്ടോ. നായകന്മാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാ. രണ്ടുപേരും നല്ലതായിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. മറ്റേ ആ ഒരു നന്ദനത്തിന്റെ ഇതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊരു കല്യാണത്തിന് പോയ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ക്ലൈമാക്സ് ഒക്കെ ആയിട്ടോ? ആദ്യം ഗുരുവായൂർ അമ്പലം നടയിൽ ഒരു ഫൺ എന്റർടൈനർ ആയിരുന്നു. ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റും. പൃഥ്വിരാജും ബേസിലും? പൃഥ്വിരാജ് അടിപൊളി. ബേസിലായാലും കോംബോ അടിപൊളി. നായകന്മാരൊക്കെ എങ്ങനെയുണ്ട്? നായകന്മാര് സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം? നല്ല പടം. ഗംഭീരമാണ്. ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടെ? എനിക്ക് രണ്ടാളന്മാര് സൂപ്പറായിരുന്നു. അതെ. എങ്ങനെയുണ്ട്? അടിപൊളി. ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. കുഴപ്പമില്ല. ബേസിലൊക്കെ സൂപ്പറായിട്ടുണ്ട്. നായികമാരൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം.